യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പാർട്ടിക്കാരാണെങ്കിൽ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നോക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികളാണ്, നടപടിക്രമങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾക്കും അതുപോലെ തന്നെ ബാലപീഡനങ്ങൾക്കും എല്ലാം കാരണമാകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. NCPയുടെ അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു, പരാതിക്കാരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ NCPയുടെ അന്വേഷണ സംഘം? പരാതി അന്വേഷിക്കേണ്ടത്, സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നടത്തേണ്ടത് NCPയുടെ പാർട്ടി നേതാക്കന്മാരാണ്. ആർക്ക് കൊടുത്തു ഈ അധികാരം? നമുക്ക് ഓർമ്മയുണ്ട്, പാലക്കാട് MLAയുടെ കേസ് അന്വേഷണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നടത്തി, CPM നേരിട്ട് നടത്തി. അവസാനം അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താ? പീഡനത്തിന് തീവ്രത പോരാ. ഇതല്ലേ പാർട്ടിയുടെ അന്വേഷണം? ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ തന്നെയാണ് NCPയും നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നിലവിലുള്ള നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും NCP നേതൃത്വവും. അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു, ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്നും മര്യാദയല്ല. ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി യുവമോർച്ച തയ്യാറാവുകയാണ്. ഇന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി. 22 ദിവസമായിട്ടും കുണ്ടറയിലെ പോലീസ് എംഎംമാർക്ക് മുണ്ടാട്ടമില്ല, അന്വേഷണമില്ല. ഇന്നലെ വിവാദമായപ്പോൾ അർദ്ധരാത്രിയിലാണ് കുട്ടിയെ തെളിവെടുക്കാൻ വേണ്ടി മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. പരാതിക്കാരിയായ യുവതിയെ അർദ്ധരാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. എന്ത് നടപടിക്രമങ്ങളാണ് പോലീസ് നടത്തുന്നത്? ഇതുവരെയായിട്ടും ആ കുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായോ? ഇതുവരെയായിട്ടും മൊഴിയെടുത്തിട്ടില്ല. മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. CPM AK ശശീന്ദ്രനെ സംരക്ഷിക്കുകയാണ്. വനം കൊള്ളയുമായിട്ടൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ, ആ വിഷയങ്ങളിലൊക്കെ AK ശശീന്ദ്രൻ്റെ ഒക്കെ പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ട് AK ശശീന്ദ്രനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി AK ശശീന്ദ്രനെ സംരക്ഷിക്കുകയാണ്. ഒരു കാരണവശാലും AK ശശീന്ദ്രന് മന്ത്രിയായി തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. രാജിവെച്ച് പോകാൻ തയ്യാറാകണം. AK ശശീന്ദ്രൻ രാജിവെക്കുന്നില്ലെങ്കിൽ നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ ഈ മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് സമ്മേളനം നടത്താൻ യുവമോർച്ച സമ്മതിക്കില്ല. നാളെ തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിയമസഭയിലേക്ക് യുവമോർച്ച ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു മന്ത്രി, ആ മന്ത്രി സ്വമേധയാ രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങ് ചെയ്യേണ്ടത് ആ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. പുറത്താക്കാൻ വേണ്ടിയുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾക്ക് യുവമോർച്ച തയ്യാറാവുകയാണ്. AK ശശീന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പുതിയ മന്ത്രിയല്ല, അനുഭവ സമ്പത്തുള്ള മന്ത്രിയാണ്. ആ അനുഭവ സമ്പത്തുള്ള ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്, ഏറെക്കാലം മന്ത്രിയായി നിന്ന ഒരു ആളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായിരിക്കുന്നത്. പീഡന വിവരം അറിഞ്ഞ് അത് മറച്ചു വെക്കുന്നു. പോലീസിൽ പരാതിപ്പെട്ട കേസ് അത് ഒത്തുതീർപ്പാക്കണം, വലിയ വിഷയങ്ങളിലേക്ക് പോകരുത്. ഇത്തരത്തിൽ ഗുരുതര AK ശശീന്ദ്രന്റെ പേരിൽ കൃത്യമായി കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട്. ഒരു വിഷയം, പീഡന പരാതി അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതിരിക്കുക, അതിലെ പ്രതികളെ സംരക്ഷിക്കുക. NCPയുടെ സമുന്നതരായ നേതാക്കന്മാരാണ്, ആകെ അത്ര പേരേ ഉള്ളൂ ആ പാർട്ടിയിൽ. ആ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ് അതിലെ പ്രതി. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വഴിവിട്ട നെറികെട്ട നീക്കങ്ങൾ നടത്തിയ AK ശശീന്ദ്രൻ രാജിവെക്കണം. ആ രാജി വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി യുവമോർച്ച മുന്നോട്ട് പോകുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യുവമോർച്ച ഇന്നലെ മുതൽ, ഈ വിഷയം പുറത്തു വന്നത് മുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലാണ്. ഇന്നലെ എല്ലാ ജില്ലകളിലും ശക്തമായ 14 ജില്ലകളിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. സമാധാനപരമായിട്ട് നടത്തിയ മാർച്ചിന് പീഡനക്കേസിൽ ഇടപെട്ട AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.